ശ്രീഹരീയം ദശകം 29 അമൃതാഹരണവും അസുരനിഗ്രഹവും. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. അവിടുത്തെ കയ്യിലുള്ള അമൃതത്തെ അസുരന്മാർ അതീവ വൈദഗ്ധ്യത്തോടെ തട്ടിയെടുത്തു. ദുഃഖിതരാം ദേവകൾക്കു ദേവാദേവൻ ആശ്വാസമായി. ദൈത്യന്മാരോ പരസ്പരം വഴക്കുമായി. അദൃശ്യനായ വിടുന്നു അതീവ സുന്ദരിയായി അസുരർക്കു മുന്നിലായി അവതരിച്ചു. അമൃതകുംഭത്തെ ചൊല്ലി ഉണ്ടായ വഴക്കു തീർന്നു. അവിടുത്തെ കുജകുംഭം കണ്ടു മോഹിച്ചു. മാൻമിഴിയാളാകും ദേവി അമൃതത്തെ പകുത്താലും അനുരാഗലോലരായി അസുരഗണം. അവിടുന്നു അസുരർക്കു വിശ്വാസം കൂട്ടുന്നതിനായി ഞാനൊരു കൂലടയല്ലേ എന്നു മൊഴിഞ്ഞു. അസുരന്മാർ അമൃതത്തെ മോഹിനിക്കു നൽകിയല്ലോ, ഇഷ്ടക്കെടു പൊറുക്കണേ എന്നവർ ചൊല്ലി. ദേവാസുരന്മാരെ പന്തി തിരിച്ചിരുത്തിട്ടു ഭവാൻ ആട്ടിക്കടഞ്ഞമൃതത്തെ വിളമ്പിമല്ലേ. ദേവന്മാർക്കു അമൃതത്തെ വിളമ്പിയെത്തിച്ചു. പിന്നെ അസുരരോ മോഹിനിയിൽ ഭ്രമിച്ചിരുന്നു. അമൃതു ഭോജിച്ച വീരരാഹുവിനെ കൊന്നു ദേവൻ. ദേവജന പൂജിതനാം ഗുരുവാദേശൻ. അമൃതു കവർന്നവർക്കു അമൃതു നൽകാതെ ദേവൻ മറഞ്ഞല്ലോ. ദേവാസുരർ യുദ്ധം തുടങ്ങി. ബലിയുടെ മായയാലെ ദേവജനം വിമൂഢരായി ബലഭദ്ര സോദര നീ അവതരിച്ചു. കാലനേമി മാലി എന്നീ അസുരരെ കൊന്നു ഭവാൻ. മറ്റുള്ള അസുരന്മാരെ ഇന്ദ്രനും കൊന്നു. നമൂജിയെ നുരക്കട്ട കൊണ്ടു കൊന്നു ദേവേന്ദ്രനും. യുദ്ധത്തെ നാരദ വാക്കാൽ നിരോധിച്ചല്ലോ. മോഹിനി രൂപത്തെ കാണാൻ മോഹമുണ്ടായി മഹേശനും. പാർവതി സമേതനായി അണഞ്ഞ നേരം മോദത്തോടെ സ്തുതി ചെയ്തു ആഗ്രഹം പറഞ്ഞ നേരം പാലാഴിനാഥനുമെല്ലെ അപ്രത്യക്ഷനായി. ആരാമത്തിൽ കളിക്കുന്ന സൗന്ദര്യധാമത്തെ കണ്ടു കാമാരിയാം ശിവൻ പോലും മോഹിതനായി. ഉടുപുട കിഴിഞ്ഞോരാ മോഹിനിയാം ഭഗവാനെ ഉരകനാഥനാം ദേവൻ കെട്ടിപ്പിടിച്ചു. ഓടുന്ന മോഹിനി തൻ്റെ പിമ്പയോടിയെത്തി ശിവൻ. വീര്യം സ്ഖലിച്ചല്ലോ തത്വജ്ഞാനമറിഞ്ഞു. അവിടുത്തെ മഹാത്മ്യത്തെ പാർവതിയെ അറിയിച്ചു. അനന്യസാദൃശ കൃഷ്ണ കാത്തരുളണേ. നാരായണ 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 വാതാലയേശ.